Welcome to Gada's World. I am Gada. Now I am going to show you how we are celebrating Vishu in our home in Dubai. Also, happy Vishu to everyone. ഗതകാല സ്മൃതികളിൽ ധ്രുപദിന്റെ വിറയാർന്ന സങ്കടം കേൾക്കാൻ കാതോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു കൂട്ടുമില്ലാത്ത പ്രവാസം. വെള്ളാരം കല്ലുരുകുന്ന വേനൽ പകലിൽ ഒരു ഗോളിയോർ ഗർജിച്ചു. മിയാൻ താൻസന്റെ ഗോളിയോർ, ഖുറാനകളുടെ ഗോളിയോർ. ഗതകാല സ്മൃതികളിൽ ധ്രുപദിന്റെ വിറയാർന്ന സങ്കടം കേൾക്കാൻ കാതോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ.
सबरों की जिंदगी जो कभी नहीं खत्म हो जाती है. ആരാമനതിനെ എരപ്പാളത്തരങ്ങളൊക്കെ കാണിച്ച ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ടായിരുന്നാലും ശരി, ഇതെല്ലാം മാറി പൂവള്ളി പൊട്ടിയതും ഞണിക്കുന്നതെല്ലാം ഇവിടെ തന്നെ കിടക്കണം. പകരം പുതിയത് വേണം മണപ്പള്ളിയിലെത്താൻ. അതിപ്പോ മീൻകറി വയ്ക്കുന്ന ചട്ടിയായ കുടിശ്ശേരി. ഇല്ലെങ്കിൽ ഞാനങ്ങ് ഒരു മണപ്പള്ളിക്ക് പടിഞ്ഞാറ്റയിൽ അറ്റം നോക്കി കിടക്കുന്ന നിന്റെ അമ്മയെയും അച്ഛയെയും സഹിതം പുറത്തെടുത്തിട്ട് തീയിട്ട് ചുടിച്ചാൻ. ഇത് പറയുന്നത് ഞാനാ. ഞാനും കൂടി AVM സ്റ്റുഡിയോയിലിരിക്കുമ്പോ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരുന്നു. അപ്പോ ദേഹത്ത് മൊത്തം സ്വർണവുമായിട്ടാണ് അവര് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദേഹത്ത് മൊത്തം സ്വർണവും തൊണ്ടയിൽ നിന്ന് വരുന്നത് വെള്ളിയും. അപ്പൊ തീർന്നു. ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്. അതോടുകൂടി തീർന്നു ആ ഒരു ബന്ധം. നമ്മുടെ മുമ്പിൽ വരുന്നത് പോൾ മൈക്കിളാണ്. പോൾ മൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വിജയിച്ച പോൾ മൈക്കിൾ. അദ്ദേഹത്തിന്റെ പേര് ലാൽ എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളും സിദ്ദിഖും തമ്മിൽ എന്താണ് പ്രശ്നം? അപ്പോഴത്തേക്ക് ഇയാൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, സത്യത്തിൽ നമ്മളൊരു ചെറിയ പ്രശ്നമായിരുന്നു, ഒരു സൗന്ദര്യ പ്രശ്നമായിരുന്നു. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു, ലാൽ നിനക്ക് സൗന്ദര്യം കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല സിദ്ദിഖ് നിനക്കാണ് സൗന്ദര്യം. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു, ഇല്ല നിനക്കാണ് സൗന്ദര്യം കൂടുതലായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ പിണക്കത്തിലാവുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകരാകുമ്പോ ചിലപ്പോ തട്ടിയെന്നും മൂട്ടിയെന്നും ഇരിക്കും. അതിന്റെയൊക്കെ പേരിൽ സ്കൂളിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്തവന്മാര് വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ രമേശ് നമ്പ്യാരുടെ പട്ടി പറയും മാപ്പ്. അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. എടാ ആണ്ടവ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടി കുപ്പമല്ല, കൊച്ചിയാ, കൊച്ചി, വിശ്വനാഥന്റെ കൊച്ചി. യൂണിയുടെ സ്റ്റിഫ് വൺ ഒറ്റ ബലി. എന്നിട്ട് ചെന്ന് പറയടാ നിന്റെ മമ്മയോട് ഈ വിശ്വനാഥൻ ക്ഷമിച്ചിരിക്കുന്നു. He is comes from such a dangerous lineage of fire. വല്ലാത്ത വിട്ടുഗുണമുള്ള തീയാണവൻ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതോ പ്രാണന്റെ നേരെയും മുടിനാരിനെ കൈവിറയ്ക്കാതെ കാഞ്ചി വലിക്കാൻ പഠിപ്പിച്ചത് ഈ ശേഖരന. എന്നെ നിനക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ മരണത്തിൽ നിന്നും ഒരു 1000 വട്ടം നീന്തി കയറിയ എന്റെ ഈ മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ നീ ഒരു 100 വട്ടം ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. അരെ വാ വാ വാ. Not a bomb plastic explosion. Such a terrific discourse. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ അറിഞ്ഞുരയ്ക്കുന്നില്ലല്ലോ. പക്ഷേ ശരരശതം ചൊല്ലിയുള്ളോരു പാച്ചോറ്റി കാണുന്നില്ലല്ലോ. രുദ്രാക്ഷമെന്നിയോ പ്രാണാകരന്തികൻ തരങ്ങളില്ലല്ലോ. ബ്രഹ്മിയും കുപ്പക്കൊടി തൂകയും തേടി അഗ്നിദേവൻ നീലവിണ്ണു ചുറ്റുന്നു. താഴേറുന്നു രാമദേഹമിടറുന്നു. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം, അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം.
കിളികൾ പാടും ഒരു ദിക്കു കാണാം അവിടെ കണിക തേടി ഞാനൊന്നു പോകാം കയ്യാലെടുപ്പതൊരു കളിച്ചരളു മന്ത്രം കാലാലെടുപ്പതൊരു കൺചിമിഴു മന്ത്രം അരച്ച നിന്നോർമ്മയിലൊരശ്രുകണമുണ്ടോ കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ അരച്ച നിന്നോർമ്മയിലൊരശ്രുകണമുണ്ടോ കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ പക്ഷേ മശരശതം ചൊല്ലിയുള്ളോരു പാച്ചോറ്റി കാൺമതില്ലല്ലോ രുദ്രാക്ഷമെണ്ണിയോരാനാഗന്ധിതൻ രുദ്രാതരങ്ങളില്ലല്ലോ ബ്രഹ്മിയും കുപ്പക്കൊടി തൂക്കിയും തേടി അഗ്നിദേവൻ നീല വീണു ചുറ്റുന്നു ദാഹമേറുന്നു രാമദേഹമിടറുന്നു നീർക്കിളികൾ പാടും ഒരു ദിക്കു കാണാം അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം നീർക്കണികൾ ഞാനൊന്നു പോകാം അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം കയ്യാലെടുപ്പതൊരു കളിച്ചമിഴു മന്ത്രം കാലാളെടുപ്പതൊരു കൺചിമിഴു പാത്രം അരച്ച നിന്നോർമ്മയിലൊരശ്രുകണമുണ്ടോ യുണ്ട ദേവിയാം വൈദേഹിയുണ്ടോ പിന്നെ കുറെ തന്നിട്ടുണ്ട്